ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ഉപയോഗിക്കുന്നത്, സ്പൈക്കുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇക്ബാൽ ഹാസ് ടു പുഷ് എ lighter box and Seema has to push a similar heavier box on the same floor. Who will have to apply larger force and why? അതായത് രണ്ടുപേരും സെയിം ഫ്ലോറിൽ കൂടെ ഒരാൾ ലൈറ്ററും ഒരാൾ ഹെവിയർ ബോക്സ്, സീമ ഹെവിയർ ബോക്സാണ് പുഷ് ചെയ്യണത്. ആർക്കായിരിക്കും ഗ്രേറ്റർ ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കേണ്ടി വരാമെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇഫക്റ്റ് ചെയ്യുക. ഫ്രിക്ഷൻ നേച്ചർ ഓഫ് ദി ഫ്ലോർ ഇഫക്റ്റ് ചെയ്യും, അതുപോലെ ലൂബ്രിക്കൻ്റ് ഇഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ വെയിറ്റ് ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊട്ടാണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. ഇപ്പോൾ മാസ് ഇൻക്രീസ് ചെയ്തു, സീമ പുഷ് ചെയ്ത ബ്ലോക്കിൻ്റെ മാസ് ഗ്രേറ്റർ ആണ്. മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ അവിടെ കൂടുന്നത്, അത് ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. ഇത്രയും ഒരു മാസീവായുള്ള ഒബ്ജക്റ്റ് ഗ്രേറ്റർ വെയിറ്റ് ഉള്ളതാവുമ്പോൾ നോർമൽ ഫോഴ്സും ഗ്രേറ്റർ ആയിരിക്കും. വെയിറ്റിന് ഈക്വലായിട്ടുള്ളതായിട്ട് നോർമൽ ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മുകളിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബാക്ക്വേർഡായിട്ട് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ആൾക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ രണ്ട് സർഫസ് തമ്മിൽ ഇൻ്റർലോക്കിങ്